സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ 12-ാം പേജിൽ ഡ്യൂറിങ് 2009 ദ കംപ്ലൈനന്റ് മെറ്റ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. കംപ്ലൈനന്റ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി, സോളാർ പരാതിക്കാരി, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. മെറ്റ് ദ then MLA പത്തനാപുരം കോൺസ്റ്റിറ്റ്യുവൻസി, കൊല്ലം അറ്റ് ദ സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രം. അതായത് അന്ന് 2009 അന്ന് പത്തനാപുരത്തെ MLA ആയിരുന്ന ഗണേഷ് കുമാറിനെ ഈ സോളാർ പരാതിക്കാരി സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടു. ആൻഡ് ഹി ടുക്ക് ഹെർ മൊബൈൽ നമ്പർ. അത് കണ്ട ഉടനെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങി. ഏത് ഇപ്പോൾ ഇരിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ ഈ സോളാർ പരാതിക്കാരി കണ്ട ഉടനെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങി. ആഫ്റ്റർ ദാറ്റ് കെ ബി ഗണേഷ് കുമാർ സ്റ്റാർട്ടഡ് ടു കോൺടാക്ട് ഹെർ ഓവർ ദ ഫോൺ ആൻഡ് സബ്സിക്വൻ്റ്ലി ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. നമ്മളിപ്പോൾ ഈ പുകഴ്ത്തുന്ന ഈ ആഘോഷിക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാൾ അവരെ ആദ്യം കണ്ട ഉടനെ തന്നെ അവരുടെ ഫോൺ വാങ്ങി. എന്നിട്ട് നിരന്തരം അവരെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം അവരുമായിട്ട് പ്രേമത്തിലായി. ആ പ്രേമത്തിലാവുന്ന സമയത്ത് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചിയാണ്, വിവാഹിതനാണ്, കുടുംബമുണ്ട്, മക്കളുണ്ട്. അയാളാണ് ഇങ്ങനെ അവരിൽ നിന്ന് കണ്ട ഉടനെ തന്നെ മൊബൈൽ നമ്പർ മേടിക്കുകയും നിരന്തരം അവരെ വിളിക്കുകയും അവരുമായിട്ട് പ്രേമത്തിലാവുകയും ചെയ്തു. W1 യൂസ് ടു മീറ്റ് ഹിം അറ്റ് ഹിസ് റെസിഡൻസ് ഇൻ ടാഗോർ ലൈൻ, വഴുതക്കാട്, ട്രിവാൻഡ്രം. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സോളാർ പരാതിക്കാരി. അവർ ഇയാളെ വഴുതക്കാടിലെ ടാഗോർ ലൈനിലുള്ള അയാളുടെ വീട്ടിൽ പോയി കാണുമായിരുന്നു. ആ വീട്ടിൽ ഇയാളുടെ കുടുംബം ഉണ്ടായിരുന്നു, ഇയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഓർത്തുകൊള്ളണം, ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഇയാൾ. ഡ്യൂറിങ് August 2009 the complainant got pregnant and based on the assurance from Ganesh Kumar's mother she decided to continue the pregnancy. ഓഗസ്റ്റ് 2009 ഈ പരാതിക്കാരി ഗർഭിണിയായി. അതിനെ തുടർന്ന് ഗണേഷ് കുമാറിൻ്റെ അമ്മയുടെ ഉപദേശപ്രകാരം അവരുടെ ഗർഭം തുടർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിജു ഓൾസോ ന്യൂ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ W1 ആൻഡ് W17. അത് ഗണേഷ് കുമാറുമായിട്ടുള്ള ബന്ധം ബിജു എന്ന് പറയുന്ന ഇവരോട് ഒപ്പം വന്ന് ഭർത്താവായി കഴിഞ്ഞിരുന്ന അയാൾക്കും അറിയാമായിരുന്നു. അപ്പോൾ അവരെ ഗർഭിണിയാക്കി. ആരെ? സോളാർ പരാതിക്കാരിയെ ഗർഭിണിയാക്കുമ്പോൾ ഈ ഗണേഷ് കുമാറിന് ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇയാളുടെ വീട്ടിൽ നിരന്തരം വരുമായിരുന്നു. അങ്ങനെയാണ് ഗർഭിണിയായത്. ഗർഭം തുടർന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടി ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായും സോളാർ പരാതിക്കാരിയിലുള്ള കുട്ടി ആരുടെയാണ്? ഇപ്പോഴത്തെ ഇരിക്കുന്ന നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന അർമാദിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുള്ള ആളാണ്. അതാണ് പേജ് 12 പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ 2.5 വർഷം പിന്നിട്ടപ്പോൾ മന്ത്രിയായി സ്ഥാനമേറ്റ ആളാണ് കെ ബി ഗണേഷ് കുമാർ. പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി 5 വട്ടവും നിയമസഭയിലേക്ക് എത്തിയ ആൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ. മൺമറഞ്ഞ കേരള കോൺഗ്രസ് നേതാവ്, കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് കൂടിയായ കെ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് കെ ബി ഗണേഷ് കുമാർ. ബാലകൃഷ്ണപിള്ള കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു പലവട്ടം. കെ ബി ഗണേഷ് കുമാർ എന്ന മകനെ കേരള കോൺഗ്രസിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും ബാലകൃഷ്ണപിള്ള തന്നെയാണ്. പിന്നീട് പത്തനാപുരത്ത് നിന്ന് മത്സരിപ്പിച്ചതും പിള്ളയുടെ ആഗ്രഹപ്രകാരം തന്നെയായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് ബിക്ക് തന്നെ കെ ബി ഗണേഷ് കുമാർ പല അവസരത്തിലും ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പഴങ്കഥകളാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു തൽസ്ഥാനം രാജിവെക്കുകയും മുന്നണി മര്യാദയനുസരിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിയ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ KSRTCയെ അടിമുടി പരിഷ്കരിക്കും എന്നുള്ള വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിലാണ് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രി പദവിയെക്കുറിച്ചും കെ ബി ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നതോടുകൂടി KSRTCയിൽ സമൂലമായ മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള PRO വർക്കുകളെല്ലാം കൃത്യമായി പ്രചരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാൾ പൊതുഗതാഗത വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് വകുപ്പിനൊരു ഗുണം? എന്താണ് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് നിങ്ങൾ കാണുന്ന യോഗ്യത? ഇത് എന്റെ വാക്കുകളല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു അഡ്വക്കേറ്റ് KM ഷാജഹാൻ. KM ഷാജഹാനാണ് കെ ബി ഗണേഷ് കുമാറിനെ അതിനിശിതമായ രീതിയിൽ വിമർശിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന് KSRTCയിൽ എന്നല്ല ഒരു വകുപ്പ് കയ്യിൽ കൊടുത്താലും അയാൾക്ക് നന്നായി ഭരിക്കാൻ പറ്റില്ല എന്ന വാക്ക് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഉപയോഗിക്കുന്നത്. മറ്റൊരവസരത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ നികൃഷ്ട ജീവി എന്ന് തന്നെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ അഭിസംബോധന ചെയ്യുകയുണ്ടായി. കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ നികൃഷ്ട ജീവി
ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ നികൃഷ്ടജീവി മന്ത്രിയായതിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇയാൾ നികൃഷ്ടജീവി എന്ന് ഞാൻ പറയുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അയാളെക്കുറിച്ചിട്ട് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഈ സോളാർ കേസിൻ്റെ CBI റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അയാളെക്കുറിച്ചിട്ട് പലപ്പോഴായി ചർച്ച ചെയ്തിട്ടില്ലേ? അയാളല്ലേ കേരളത്തിൻ്റെ സമാരാധ്യനായിട്ടുള്ള നേതാവ് VS അച്യുതാനന്ദൻ ഒരു ഞരമ്പ് രോഗിയാണെന്നും ഒരു കാമഭ്രാന്തനാണെന്നും പറഞ്ഞത് ഇയാളല്ലേ? അവസാനം അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് ഇയാൾക്ക് മാപ്പ് പറയേണ്ടി വന്നില്ലേ? അതുപോലെ തന്നെ 2017 നടിയെ ആക്രമിച്ച കേസ്, ആ നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിട്ടുള്ള വിപിൻ എന്ന് പറഞ്ഞ സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചത് ഇയാളുടെ PA ആയിട്ടുള്ള പ്രദീപായിരുന്നു, ഇയാളുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപായിരുന്നു. അത് നമ്മൾ കേട്ടതാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്തായിരുന്നു? ഇയാളുടെ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചി, അവരെ ഇയാൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രസമ്മേളനം നടത്തി. മറക്കാൻ കഴിയുമോ നമുക്ക്? അവരുടെ മുഖം, യാമിനി തങ്കച്ചിയുടെ മുഖം നമുക്ക് മറക്കാൻ കഴിയുമോ? അവസാനം ഇയാൾ എന്താ ചെയ്തത്? യാമിനി തങ്കച്ചി തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കേസ് കൊടുത്തു, പത്രസമ്മേളനം നടത്തി, കേസ് കൊടുത്തു തന്നെ മുഖത്തൊക്കെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. പിന്നെ നമ്മൾ അറിഞ്ഞത് എന്താണ്? അയാൾ തന്നെ അയാളുടെ മുഖത്ത് അടിച്ച് പരിക്കേൽപ്പിച്ചതാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അത്രയ്ക്ക് ഒരു അധപ്പതിച്ച ഒരു മനുഷ്യനാണ് ഈ ഗണേഷ് കുമാർ. പിന്നെ അയാളുടെ ഒരുപാട് വേറെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനൊരു സംസ്കാരമില്ലാത്ത ഭാഷയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. സിനിമാ മേഖലയിൽ ഒക്കെ തന്നെ അയാൾ ഏത് രീതിയിലാണ് അയാളുടെ പെരുമാറ്റം എന്നുള്ളത് സംബന്ധിച്ച് അതൊക്കെ എല്ലാം നാട്ടിലെ പാട്ടാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അയാളൊരു സിനിമാ നടനാണെന്നാണ് പറയുന്നത്. സിനിമയിൽ കുറേ റോളുകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അഭിനയസിദ്ധി ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവസാനമായി കണ്ട നേരെ എന്ന് പറഞ്ഞ സിനിമയിലും അദ്ദേഹമുണ്ട്. അതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ പ്രതിഭാസനനായിട്ടുള്ള നടനുണ്ട്, സിദ്ദീഖുണ്ട്, അതിനകത്ത് ജഗദീഷുണ്ട്, അവരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇയാളുമുണ്ട്. പക്ഷേ ഇയാൾ അഭിനയിക്കുകയാണെന്നൊന്നും എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. മറ്റവരൊക്കെ അഭിനയിച്ച് തകർക്കുകയായിരുന്നു, അവരാ സിനിമയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ എന്തൊക്കെയോ വന്ന് പുലമ്പിയിട്ട് പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലൊരു നികൃഷ്ട ജീവിയെ മന്ത്രിയായതിൽ കേരളം ലജ്ജിക്കുന്നു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇയാളെക്കുറിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. പരാമർശങ്ങളല്ല, നിരീക്ഷണങ്ങൾ. ആ നിരീക്ഷണങ്ങൾ ഈ CBIയുടെ ഈ റിപ്പോർട്ടുണ്ട്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടുണ്ട്, ഫൈനൽ റിപ്പോർട്ട് അണ്ടർ 173 ഓഫ് ദി CRPC. അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തലുകൾ, അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കണ്ടെത്തലുകൾ അതിലെ പേജ് 12, 25, 26, 27, 34, 44 എന്ന് പറയുന്ന പേജുകളിൽ ഇയാളെക്കുറിച്ച് നേരിട്ടും ഇയാളുമായി ബന്ധമുള്ളവരും ഈ സോളാർ കേസിൽ വന്ധ്യവയോധികനും കാരുണ്യവാനുമായിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ കുരുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഇയാൾ എന്തൊക്കെയോ പറയുന്നതിൻ്റെ പേരിൽ ഇയാളെ ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ അതൊന്നുകൂടി ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇയാൾ മന്ത്രിയായ സമയത്ത് ജനങ്ങളെ അത് ഓർമ്മിപ്പിക്കേണ്ട കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. ആ പാർട്ടി ഇതൊന്നും ചെയ്തിട്ടില്ല. ആ പാർട്ടി ഉമ്മൻചാണ്ടിയോട് ഒരു നീതിയും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർ അധികാരത്തിലേറുമ്പോൾ ഇതുപോലൊരു നീചനും ഒരു നികൃഷ്ട ജീവിയുമാണ് അധികാരത്തിലിരിക്കുന്ന പറഞ്ഞൊരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. പക്ഷേ അതൊരു ചത്ത കുതിരയായി കിടക്കുകയാണ്, ചത്ത് മലച്ച് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. അതുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഉൾപ്പെടെ അവരുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗണേഷ് കുമാറിനെ കുറിച്ചിട്ട് CBI റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ സവിസ്തരം ഇവിടെ ഒന്ന് പ്രതിപാദിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് അയാൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ 12-ാം പേജിൽ ഡ്യൂറിങ് 2009 ദ കംപ്ലൈനന്റ് മെറ്റ് ശ്രീ KB ഗണേഷ് കുമാർ. കംപ്ലൈനന്റ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി, സോളാർ പരാതിക്കാരി, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. മെറ്റ് ദ then MLA ഓഫ് പത്തനാപുരം കോൺസ്റ്റിറ്റ്യുവൻസി, കൊല്ലം, അറ്റ് ദ സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രം. അതായത് അന്ന് 2009 അന്ന് പത്തനാപുരത്തെ MLA ആയിരുന്ന ഗണേഷ് കുമാറിനെ ഈ സോളാർ പരാതിക്കാരി സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടു. ആൻഡ് ഹി ടുക്ക് ഹെർ മൊബൈൽ നമ്പർ. അത് കണ്ട ഉടനെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങി. ഇപ്പോൾ ഇരിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ ഈ സോളാർ പരാതിക്കാരി കണ്ട ഉടനെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങി. ആഫ്റ്റർ ദാറ്റ് KB ഗണേഷ് കുമാർ സ്റ്റാർട്ടഡ് ടു കോൺടാക്ട് ഹെർ ഓവർ ദ ഫോൺ ആൻഡ് സബ്സിക്വൻ്റ്ലി ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. നമ്മളിപ്പോൾ ഈ പുകഴ്ത്തുന്ന ഈ ആഘോഷിക്കുന്ന ഇയാളുണ്ടല്ലോ, ഇയാൾ അവരെ ആദ്യം കണ്ട ഉടനെ തന്നെ അവരുടെ ഫോൺ വാങ്ങി,
എന്നിട്ട് നിരന്തരം അവരെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം അവരുമായിട്ട് പ്രേമത്തിലായി. ആ പ്രേമത്തിലാവുന്ന സമയത്ത് ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചിയാണ്, വിവാഹിതനാണ്, കുടുംബമുണ്ട്, മക്കളുണ്ട്. അയാളാണ് ഇങ്ങനെ അവരിൽ നിന്ന് കണ്ട ഉടനെ മൊബൈൽ നമ്പർ മേടിക്കുകയും നിരന്തരം അവരെ വിളിക്കുകയും അവരുമായിട്ട് പ്രേമത്തിലാവുകയും ചെയ്തു. W1 used to meet him at his residence in Tagore Lane, വഴുതക്കാട്, ട്രിവാൻഡ്രം. വിറ്റ്നസ് വണ്ണെന്ന് പറഞ്ഞാൽ സോളാർ പരാതിക്കാരി. അവർ ഇയാളെ വഴുതക്കാടിലെ ടാഗോർ ലൈനിലുള്ള അയാളുടെ വീട്ടിൽ പോയി കാണുമായിരുന്നു. ആ വീട്ടിൽ ഇയാളുടെ കുടുംബം ഉണ്ടായിരുന്നു, ഇയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഓർത്തുകൊള്ളണം. ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഇയാൾ. ഡ്യൂറിങ് August 2009, the complainant got pregnant. And based on the assurance from Ganesh Kumar's mother, she decided to continue the pregnancy. ഓഗസ്റ്റ് 2009 ഈ പരാതിക്കാരി ഗർഭിണിയായി. അതിനെ തുടർന്ന് ഗണേഷ് കുമാറിൻ്റെ അമ്മയുടെ ഉപദേശപ്രകാരം അവരുടെ ഗർഭം തുടർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിജു ഓൾസോ ന്യൂ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ W1 ആൻഡ് W17. അത് ഗണേഷ് കുമാറുമായിട്ടുള്ള ബന്ധം ബിജു എന്ന് പറയുന്ന ഇവരോട് ഒപ്പം വന്ന് ഭർത്താവായി കഴിഞ്ഞിരുന്ന അയാൾക്കും അറിയാമായിരുന്നു. അപ്പോൾ അവരെ ഗർഭിണിയാക്കി. ആരെ? സോളാർ പരാതിക്കാരിയെ ഗർഭിണിയാക്കുമ്പോൾ ഈ ഗണേഷ് കുമാറിന് ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇയാളുടെ വീട്ടിൽ നിരന്തരം വരുമായിരുന്നു. അങ്ങനെയാണ് ഗർഭിണിയായത്. ഗർഭം തുടർന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടി ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായും സോളാർ പരാതിക്കാരിയിലുള്ള കുട്ടി ആരുടെയാണ്? ഇപ്പോഴത്തെ ഇരിക്കുന്ന നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന അർമാദിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുള്ള ആളാണ്. അതാണ് പേജ് 12 പറഞ്ഞിരിക്കുന്നത്. ഇനി പേജ് 25 പോകാം നമുക്ക്. പേജ് 25 എന്താ പറഞ്ഞിരിക്കുന്നത്? പേജ് 25 പറഞ്ഞിരിക്കുന്നത് അന്ന് രാത്രി പരാതിക്കാരിയെ പത്തനംതിട്ട ജയിലിലേക്ക് കൊണ്ടുപോയി. അവരുടെ കയ്യിലൊരു കത്തുണ്ടായിരുന്നു. ജയിൽ വാർഡൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഈ കടലാസുകളെല്ലാം ഞാൻ കോടതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവരെ പത്തനംതിട്ട CJM കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവരുടെ അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണൻ കോടതിയിലുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, ഫെന്നി ബാലകൃഷ്ണനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ നടത്തണം എന്ന് ഫെന്നി ബാലകൃഷ്ണനോട് ഈ പരാതിക്കാരി പറഞ്ഞു. അവരാരെയാണ് വിളിച്ചത്? ഷി മെയ്ഡ് എ കോൾ ടു ശ്രീ പ്രദീപ് കുമാർ PA of Ganesh Kumar as she thought he would help her to file his petition in High Court through S. Rajiv, advocate of Sri Balakrishna Pilla. അപ്പോൾ ഇവർ വിളിച്ച ആരെയാണ്? ഗണേഷ് കുമാറിൻ്റെ PA പ്രദീപ് കുമാറിനെയാണ് വിളിച്ചത്. എന്തിനാണ് വിളിച്ചത്? ഗണേഷ് കുമാറിൽ നിന്ന് ഹൈക്കോടതിയിൽ തനിക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ, അതായത് ബാലകൃഷ്ണപിള്ളയുടെ വക്കീലായിരുന്നു എസ് രാജീവിലൂടെ ഹൈക്കോടതിയിൽ തനിക്കൊരു ഹർജി ഫയൽ ചെയ്യാൻ ഗണേഷ് കുമാർ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഫെന്നി ബാലകൃഷ്ണൻ്റെ ഫോൺ മേടിച്ചിട്ട് ഈ സോളാർ പരാതിക്കാരി ഗണേഷ് കുമാറിൻ്റെ PA വിളിച്ചത്. ശ്രീ ബാലകൃഷ്ണപിള്ള, അതായത് കേരള കോൺഗ്രസ് ബി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് ഈ ഗണേഷ് കുമാറും ഈ സോളാർ പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു. അവരെ അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ചിരുന്നു. ആലോചിച്ച് നോക്കണം. അപ്പം ഭാര്യ ഉള്ളപ്പം സോളാർ പരാതിക്കാരിയെ ഗർഭിണിയാക്കി. ആ ഗർഭം തുറന്നുകൊള്ളാൻ അമ്മ പറഞ്ഞു. ഗണേഷ് കുമാറിൻ്റെ അമ്മ പറഞ്ഞു. ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണ പിള്ളയ്ക്കും ഈ സോളാർ പരാതിക്കാരിയും തൻ്റെ മകൻ ഗണേഷ് കുമാർ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു. അദ്ദേഹം സോളാർ പരാതിക്കാരിയെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. എന്നിട്ട് ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? പ്രദീപ് പറഞ്ഞു താൻ തിരിച്ചു വന്നിട്ട് കത്ത് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഏതാണ്ട് 1 മണിയായപ്പോൾ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പിൽ നിന്ന് ഈ കത്ത് അദ്ദേഹം വാങ്ങി. അപ്പോൾ അവിടെയും ഗണേഷ് കുമാറിനുള്ള ബന്ധം കൃത്യമായി നമ്മൾ കാണുകയാണ്. അത് 25-ാമത്തെ പേജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പ്രദീപ് കുമാർ നിരന്തരം ജയിലിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഈ പേജ് 26 പറയുന്നുണ്ട്. പേജ് 27 പറയുന്നത് എന്താ? പരാതിക്കാരി 21/2/2014 ജയിലിന് പുറത്തേക്ക് വന്നു. അവരുടെ അഭിഭാഷകൻ ഫെന്നി ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഈ സോളാർ പരാതിക്കാരിയെ ശരണ്യ മനോജ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ശരണ്യ മനോജ് എന്ന് പറഞ്ഞ ആരായിരുന്നു? അക്കാലത്ത് ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയും ബിസിനസ് പങ്കാളിയുമായിരുന്നു ശരണ്യ മനോജ്. അപ്പം ജയിലിൽ നിന്ന് പുറത്തു വന്ന സോളാർ പരാതിക്കാരിയെ
ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയും ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള ശരണ്യ മനോജിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ്? അവരുടെ ജീവിതം അപകടത്തിലാണെന്നുള്ള വ്യാജേന. അത് ആണ് പേജ് 27 പറഞ്ഞിരിക്കുന്നത്. ഇനി പേജ് 34 പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലുള്ള ഇതിൻ്റെ വിശദാംശങ്ങൾ. വേറെ 34 പേജ് 34 പറയുന്നുണ്ട്. അതായത് തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ സോളാർ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ശേഷം പരാതിക്കാരിയും ഗണേഷ് കുമാറുമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു. നിരന്തര ബന്ധം അവർ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. അതിൻ്റെ വിശദാംശങ്ങളാണ് 34-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇനി 44-ാമത്തെ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത് അറിയാമോ? മനോജ് കുമാർ എന്ന് പറഞ്ഞാൽ ഈ ശരണ്യ മനോജിൻ്റെ മൊഴി പ്രകാരം പരാതിക്കാരിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗണേഷ് കുമാർ മനോജിനോട് എന്താ പറഞ്ഞത്? താനും പരാതിക്കാരിയും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ തൻ്റെ പേര് ഈ പരാതിക്കാരി പറയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടയണം. അതിനെ തുടർന്ന് പ്രദീപും ഈ ഫെന്നി ബാലകൃഷ്ണനും കൂടെ ചേർന്നുകൊണ്ട് അതിനെ തുടർന്ന് പ്രദീപ് ഫെന്നി ബാലകൃഷ്ണനെ സമീപിച്ചു. പരാതിക്കാരി എഴുതിയ കത്ത് സൂക്ഷിച്ചു വെച്ചുകൊള്ളാൻ ആർ ബാലകൃഷ്ണപിള്ള ഫെന്നി ബാലകൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ സുഹൃത്തുക്കളെ? സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകളിലെ ഏറ്റവും മുഖ്യമായൊരു കണ്ണിയായിരുന്നു ഗണേഷ് കുമാർ. സോളാർ പരാതിക്കാരി എഴുതിയിട്ടുള്ള ആ കത്ത് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാറും അച്ഛനും കൂടിയായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന സോളാർ പരാതിക്കാരി മാസങ്ങളോളം ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയും ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള ശരണ്യ മനോജിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. ഗണേഷ് കുമാറിനെ ഈ പരാതിക്കാരിയിൽ ഒരു കൂട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിൽ സോളാർ പരാതിക്കാരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നവർ, സോളാർ പരാതിക്കാരിയെ കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഗണേഷ് കുമാർ, ആ ഗണേഷ് കുമാറിനെയാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗണേഷ് കുമാറിനെ ഇതിൻ്റെ പേരിൽ ആ ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തേണ്ട പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ കോൺഗ്രസ് പാർട്ടി ഒരു ഡാം സ്ക്വിബാണ്, ഒരു നനഞ്ഞ പടക്കമാണ് എന്നുള്ളത് കൊണ്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെന്തൊക്കെയോ പുലമ്പി, പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ ഒരു പ്രസ്താവന ഇറക്കി, അതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. നമ്മൾ നോക്കണം, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന് ചില ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട് 2006 ഇടതുപക്ഷത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന 2 പേർക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു. അതിലൊന്ന് നീലലോഹിതദാസ നാടാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈംഗികാരോപണം ഉയർന്നിരുന്നു. അതുപോലെ തന്നെ പിന്നീട് പിണറായി സർക്കാരിൽ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം, ഒരു അടിവസ്ത്ര വിവാദം ഉയർന്നു വന്നിരുന്നു. അത് രണ്ടും ഉയർന്നു വന്നപ്പോൾ അന്ന് 2006 മുഖ്യമന്ത്രി അന്ന് 2006 മത്സരിച്ച CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ പറഞ്ഞു ആന്റണി രാജുവും നീലലോഹിതദാസൻ നായരും മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുത്തു. 2006 അവരെ രണ്ടുപേരെ ഒഴിവാക്കി. എന്നാൽ ഇവിടെ ഈ സോളാർ പരാതിക്കാരിയുമായി ചേർന്ന് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഈ വന്ധ്യ വയോധികനും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ബഹുമാനിക്കുന്ന നേതാവുമായിട്ടുള്ള ആ മനുഷ്യനെ ഈ കേസിൽ ഗൂഢാലോചനയിലൂടെ കുരുക്കാൻ ശ്രമിച്ചുവെന്ന് CBIയുടെ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്ന ഒരു മനുഷ്യനെ, സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ടായി എന്ന്, ഗർഭിണിയായി എന്ന് വരെ പറയുന്ന CBI റിപ്പോർട്ടിൽ പറയുന്ന ഒരു മനുഷ്യനെ നമ്മളങ്ങ് ആഘോഷിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ KSRTCയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനൊന്നുള്ള സമയമായില്ല. ഇനി KSRTCയിൽ അയാൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം KSRTC അങ്ങനെ മാറ്റം വരുത്താത്ത രീതിയിൽ അതിനെ തകർത്ത് കഴിഞ്ഞു ഈ ഭരണകൂടം. KSRTC തകർക്കുക എന്നുള്ളതാണ് ഈ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. അതിനകത്ത് കയറി ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഭാര്യയുടെ കൈ തല്ലി ഒടിച്ചവൻ, ഭാര്യ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം മുഖത്ത് പരിക്കുണ്ടാക്കിയ ആൾ, ആലോചിച്ച് നോക്കണം. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ വന്ധ്യ വയോധികനെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചയാൾ, തൻ്റെ സ്വന്തം PA പ്രദീപ് എന്ന് പറഞ്ഞ തൻ്റെ സ്വന്തം PA ഉപയോഗിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചയാൾ, ഇത്രയേറെ അധപ്പതിച്ച ഒരു മനുഷ്യനെ
ധാർമ്മിക മൂല്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനെ, കുടുംബമായി താമസിക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് സോളാർ പരാതിക്കാരിയെ നിരന്തരം വിളിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടിയെ ഗൂഢാലോചനയിൽ കുരുക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനെ, ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഒരു നികൃഷ്ട ജീവി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നികൃഷ്ട ജീവിയെ മന്ത്രിയാക്കിയതിൽ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം, തല കുനിക്കണം എന്ന്.